കഴിഞ്ഞ ഈസ്റ്ററിലും കഴിഞ്ഞ ക്രിസ്മസിലും ഡൽഹിയിലും കേരളത്തിലും അരമനകളിലും ബിഷപ്പ് ഹൗസുകളിലും കേക്കുമായി പ്രധാനമന്ത്രി മോദി പോയിരുന്നു. അതിനു മുമ്പ് JP നഡ്ഡ പോയിട്ടുണ്ട്. അതിനും വർഷങ്ങൾക്ക് മുമ്പ് വെങ്കയ്യ നായിഡു ഉപരാഷ്ട്രപതിയായിരുന്നപ്പോൾ അദ്ദേഹം പോയിട്ടുണ്ട് അരമനകളിൽ. ഇവിടെ എല്ലാ ബിഷപ്പ് ഹൗസുകളിലും BJP നേതാക്കൾ കേക്കുമായി ചെല്ലുന്നു, അവരുമായി സൗഹൃദം പങ്കിടുന്നു. കേരളത്തിൽ കാസ എന്ന പേരുള്ള ഒരു ക്രിസ്ത്യൻ സംഘടന BJPയുടെ രാഷ്ട്രീയ അജണ്ടയ്ക്ക് അനുസരിച്ച് സമൂഹത്തിൽ ഡിവൈഡ് ഉണ്ടാക്കാനുള്ള ആസൂത്രിത ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നിരിക്കെ വളരെ പെട്ടെന്ന് എങ്ങനെയാണ് ഈ രണ്ട് കന്യാസ്ത്രീകൾ കുറ്റക്കാരായി മാറിയത് എന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വരുന്നുണ്ട്. അവർക്കെതിരായി നിലപാട് സ്വീകരിക്കുന്നത് ക്രിസ്ത്യൻ ന്യൂനപക്ഷം ഉയർന്ന ആശങ്കകൾക്ക് ഒരു വിലയും കൽപ്പിക്കാതെ അവരെ അറ്റാക്ക് ചെയ്യുന്നൊരു സമീപനം കേരളത്തിലെയും BJPയും RSSും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഇതുവരെ നമ്മൾ കണ്ടിരുന്ന വ്യത്യസ്തമാണല്ലോ ഇത് നമുക്ക് തോന്നും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കേരളത്തിലെ BJPയുടെ സ്ട്രാറ്റജി, K. സുരേന്ദ്രൻ അദ്ദേഹം സംസ്ഥാനാധ്യക്ഷ പദവി ഒഴിയുന്നതിന് തൊട്ടു മുമ്പ് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിന് നൽകിയിട്ടുള്ള ഒരു അഭിമുഖത്തിൽ വിശദമായി അദ്ദേഹം പറഞ്ഞിരുന്നു. അദ്ദേഹം തുറന്നു പറഞ്ഞൊരു കാര്യം, കേരളത്തിലെ ഏതെങ്കിലും ഒരു ന്യൂനപക്ഷം BJPയുടെ ഒപ്പം നിൽക്കാതെ BJPക്ക് ഒരു തരത്തിലുള്ള സാധ്യതയും കേരളത്തിലില്ല. അതിനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അതിലിപ്പോൾ മുസ്ലിം മൈനോറിറ്റി, ക്രിസ്ത്യൻ മൈനോറിറ്റി ഉണ്ട്. അതിൽ മുസ്ലിം മൈനോറിറ്റി ഒരു തരത്തിലും BJPക്ക് അപ്രോച്ചബിൾ അല്ല. അപ്പോൾ ഞങ്ങൾക്ക് എളുപ്പത്തിൽ അപ്രോച്ച് ചെയ്യാൻ കഴിയുന്നത് ക്രിസ്ത്യാനികളെയാണ്. അവരെ ഞങ്ങൾ അപ്രോച്ച് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ സ്ട്രാറ്റജി BJPയുടെ മാത്രം സ്ട്രാറ്റജിയാണോ RSSൻ്റെ മൊത്തം സ്ട്രാറ്റജിയാണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ RSSൻ്റെ ഒരു അനുവാദം BJPക്ക് ഉണ്ടാകാം. അങ്ങനെ ഒരു സാധ്യതയ്ക്ക് വേണ്ടിയുള്ള അനുവാദം ഉണ്ടാകാം. പക്ഷേ അത് BJPയുടെ ഒരു പ്രൊജക്റ്റാണ്. BJPക്ക് അധികാരത്തിൽ വരാൻ 35 സീറ്റെങ്കിലും നേടി അധികാരത്തിൽ വരാനുള്ള ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമാണ് ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ 10-11 വർഷമായി മോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഓരോ വർഷവും ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾക്കെതിരായിട്ടുള്ള അക്രമങ്ങളുടെ തോത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം 2024 837 അക്രമമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ വർഷം ഇതുവരെ തന്നെ 350-ലേറെ അക്രമങ്ങൾ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. അതിൽ കന്യാസ്ത്രീകളെ ഹരാസ് ചെയ്യുന്നത് മുതൽ റേപ്പ് മുതൽ ഈ കൺവേർഷൻ ആരോപിച്ച ആളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുന്നത് മുതൽ ഈ 2025 ജനുവരിയിലാണ് UPയിൽ 2 മലയാളി ദമ്പതികളെ മതപരിവർത്തന നിയമപ്രകാരം 5 വർഷം തടവ് ശിക്ഷ വിധിച്ചത്. ഈ കഴിഞ്ഞ ജനുവരിയിലാണ്. അവർ തൊട്ട് തലേ വർഷമാണ് 2024 അവർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റിലായത്. ഈ കഴിഞ്ഞ മെയ് അവസാന വാരത്തിൽ ഒഡീഷയിൽ 90 വയസ്സായൊരു കത്തോലിക്ക പുരോഹിതനെ ആക്രമിച്ചു. അതായത് മഠം ആക്രമിച്ച് അവിടെ റോബറി നടത്തി ഇവരെ കത്തി ഉപയോഗിച്ച് ആക്രമിച്ചു എന്നാണ് അവരുടെ പരാതി. ഇങ്ങനെയുള്ള സംഭവങ്ങൾ എല്ലാ മാസവും, അതായത് ദിവസം 1 എന്ന തരത്തിൽ ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെടുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ കാണുന്ന ഒരു ബഹളം, അതായത് BJP ദൗത്യ സംഘത്തെ അയക്കുന്നു, UDF MPമാർ ഛത്തീസ്ഗഡിൽ പോകുന്നു, CPM നേതാക്കൾ ഛത്തീസ്ഗഡിൽ ചെല്ലുന്നു. ഇങ്ങനൊരു ബഹളം നമ്മൾ എവിടെയും കേട്ടിട്ടില്ല. ഈ വർഷം തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഓരോ ദിവസവും ആക്രമണം നടക്കുമ്പോഴും ഇങ്ങനെ ഒരു ബഹളം കേട്ടിട്ട് എന്തുകൊണ്ടാണ് ഇപ്പോൾ മാത്രം ഈ ബഹളം വരുന്നതിൻ്റെ പിന്നിൽ പൊളിറ്റിക്കൽ കെമിസ്ട്രിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം, ഇതിൽ BJP ഇടപെടുന്നു. അതായത് BJP സംസ്ഥാന അധ്യക്ഷൻ ഇവർ കുറ്റം ചെയ്തിട്ടില്ല എന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇവർ മതപരിവർത്തനം നടത്തിയിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പാണ് എന്ന് രാജീവ് ചന്ദ്രശേഖർ വീഡിയോ പറയുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഛത്തീസ്ഗഡ് പോലീസ്, ഒരു BJP ഭരിക്കുന്ന സംസ്ഥാനത്ത് പോലീസ് ഇട്ട FIRൽ കേരള സംസ്ഥാന അധ്യക്ഷന് സംശയം വരുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഇതിനു മുമ്പുണ്ടായിട്ടുള്ള ആക്രമണങ്ങളിലൊന്നും ഒരു തരത്തിലുള്ള വിമർശനവും ഉന്നയിക്കാത്ത, ഒരു തരത്തിലുള്ള ഐക്യദാർഢ്യവും ക്രിസ്ത്യൻ സമൂഹത്തിന് പ്രകടിപ്പിക്കാതെ BJP വളരെ പെട്ടെന്ന് ചാടിയിറങ്ങുമ്പോഴാണ് യഥാർത്ഥത്തിൽ UDFും LDFും ഒരേ സമയം ഈ സംഭവത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഛത്തീസ്ഗഡിലേക്ക് പോകുന്നത്. ഇത് വലിയ മാധ്യമ ശ്രദ്ധ കിട്ടുന്നത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, സമീപകാലത്തെ ഒരു ചരിത്രം പരിശോധിച്ചാൽ ഇന്ത്യയിൽ ക്രിസ്ത്യൻസ് ആക്രമിക്കപ്പെടുന്നുണ്ട്. നമ്മൾ ക്രിസ്ത്യൻസ് എന്ന് പറയുമ്പോൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത് അതിൽ ഒരുപാട് ഡിനോമിനേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഈ 2025 അറസ്റ്റിലായ ദമ്പതികൾ അവർ പെന്തക്കോസ്തുകാരാണ്. ഒരു പെന്തക്കോസ്തുകാരൻ അറസ്റ്റിലായാൽ, മതപരിവർത്തന ശ്രമം നടത്തി അറസ്റ്റിലായാൽ അത് ഒരു പൊളിറ്റിക്കൽ മൈലേജ് ഉണ്ടാകുന്ന ഒരു പ്രശ്നമേ അല്ല. പെന്തക്കോസ്തുകാർ എത്രയോ ആക്രമിക്കപ്പെടുന്നുണ്ട് ഉത്തരേന്ത്യ. അവന്മാർ മതമാറ്റം നടക്കുന്നതാണെന്ന് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ പിടിച്ചോട്ടെ, കാസയ്ക്കും അതേ അഭിപ്രായമാണുള്ളത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഈ ഒഡീഷയിൽ ആക്രമിക്കപ്പെട്ട 90 വയസ്സായ വൃദ്ധനായ ഒരു പാതിരി, അദ്ദേഹം ലത്തീൻ കത്തോലിക്കനാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയിൽ ആക്രമിക്കപ്പെടുന്ന കത്തോലിക്കയിൽ ബഹുഭൂരിഭാഗം ലത്തീൻ കത്തോലിക്കനാണ്. ഇപ്പോൾ സ്റ്റാൻ സ്വാമിയെ പോലുള്ളവരാവട്ടെ, മറ്റുള്ളവരാവട്ടെ. ഈ ജസ്യൂട്ടും ഇത് റോമൻ കത്തോലിക് റീത്തിൽ വരുന്നതാണ്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഈ അറസ്റ്റിലായ 2 കന്യാസ്ത്രീകൾ അവർ സിറോ മലബാർ സഭയിൽ നിന്നുള്ളവരാണ്. ആദ്യമായിട്ടാണ് എൻ്റെ ഒരു സമീപകാല ഓർമ്മയിൽ സിറോ മലബാർ സഭയിൽപ്പെട്ട ഏതെങ്കിലും വൈദികൻ അല്ലെങ്കിൽ ഏതെങ്കിലും കന്യാസ്ത്രീ ആക്രമിക്കപ്പെടുന്നത് ഈ സമീപകാല ചരിത്രത്തിൽ ആദ്യമാണ്.
എന്തുകൊണ്ടാണ് സിറോ മലബാർ സഭ വളരെ പ്രസക്തമാണെന്ന് ചോദിച്ചാൽ അവരുമായിട്ടാണ് ബി ജെ പി അലയൻസിന് ശ്രമിക്കുന്നത്. അവരുടെ വോട്ടാണ് ബി ജെ പിക്ക് ആവശ്യമുള്ളത്. അവരുടെ അരമനകളിലാണ് അവർ കൂടുതലായി കയറുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബി ജെ പി സംസ്ഥാന നേതൃത്വം കഴിഞ്ഞ ഈസ്റ്ററിലും ക്രിസ്മസിനും കേക്കുമായി പോയത് മൊത്തം സിറോ മലബാർ സഭയുടെ ആസ്ഥാനങ്ങളിലാണ്. ലത്തീൻ സഭയുടെ ആസ്ഥാനങ്ങളിൽ അവരധികം പോയിട്ടില്ല. എന്ന് മാത്രവുമല്ല, ലത്തീൻ സമുദായങ്ങൾ നിരന്തരം ആക്രമിക്കപ്പെടുമ്പോൾ, അതുപോലെ മറ്റ് റീത്തുകളിൽപ്പെട്ട അല്ലെങ്കിൽ മറ്റ് ഡിനോമിനേഷനിൽപ്പെട്ട പൊന്തിക്കോസ്താവട്ടെ അല്ലെങ്കിൽ CSI സഭാംഗങ്ങളാകട്ടെ, അവരൊക്കെ ആക്രമിക്കപ്പെടുമ്പോൾ ഇവിടെ ഒരു ബഹളം ഉണ്ടാവാറില്ല. ഇവിടെ ആരും അതിൻ്റെ പ്രതിഷേധിക്കാറില്ല. അപ്പോൾ ഒഡീഷയിൽ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ പ്രതിപക്ഷ VD സതീശൻ അവരെ പോയി സന്ദർശിക്കുകയും അതിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും അവർ പ്രതിഷേധ പ്രസ്താവന ഇറക്കുകയും ചെയ്തിരുന്നു. അതല്ലാതെ BJPയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആളുകളോ ഇതൊന്നും മൈൻഡ് പോലും ചെയ്യാറില്ല. അപ്പോൾ ഇതിൽ സവിശേഷമായി പ്രൊട്ടസ്റ്റ് ഉണ്ടാവാനുള്ള കാരണം BJP ഇതിൽ വളരെ പെട്ടെന്ന് ഇടപെട്ടുകൊണ്ടാണ്. BJP ദൗത്യ സംഘത്തെ അയക്കുന്നു. എന്തിന്? കാരണം അവരുടെ സമീപകാലത്തെ പ്രതീക്ഷകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദായത്തിൽപ്പെട്ട 2 കന്യാസ്ത്രീകളാണ് അവർ അറസ്റ്റിലായിട്ടുള്ളത്. കാരണം ഈ സന്ദർഭത്തിൽ കാസയുടെ നിലപാട് കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. കാസയുടെ മാത്രമല്ല, കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ പരമാധ്യക്ഷൻ, അഖിലേന്ത്യാ അധ്യക്ഷനാണ് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത്, ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂ താഴത്ത് എന്താണ് പറഞ്ഞത്? ഇത് BJP എന്ന പാർട്ടി എന്തെങ്കിലും ചെയ്തതായിട്ട് ഞങ്ങൾ കരുതുന്നതല്ല, ഇതങ്ങനെ സംഭവിച്ചു പോയി, അതായത് ദൗർഭാഗ്യകരമായ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു എന്ന രീതിയിലാണ് അദ്ദേഹം തന്നെ പറയുന്നത്. അവിടെ ഭരിക്കുന്നത് BJP ആണെന്നോ ആ BJP സർക്കാരിൻ്റെ സഖ്യകക്ഷിയായ ബജ്രംഗ് ദളാണ് ഇതിലെ പരാതിക്കാരെന്നോ അവരാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയതൊന്നും അദ്ദേഹം മിണ്ടുന്നേ ഇല്ല. അപ്പോൾ ഒരു വശത്ത് ഈ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന അവസ്ഥയിലാണ് സിറോ മലബാർ സഭയുടെ ഔദ്യോഗിക നേതൃത്വവും കേരളത്തിലെ BJP. അതേസമയം ഇപ്പോൾ ഈ BJPയുടെ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ കാര്യം അദ്ദേഹം പറയുന്നുണ്ട്, ഇവർ മതപരിവർത്തനം നടത്തി എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല എന്ന്. BJPക്ക് രാജീവ് ചന്ദ്രശേഖറിന് തന്നെ ഡൽഹിയിൽ പോയിരുന്ന് പറയാൻ പറ്റില്ല, ഹിന്ദിയിലോ ഇംഗ്ലീഷോ പറയാൻ പറ്റില്ല. കാരണം അവിടെ അവരുടെ നിലപാട് വേറൊന്നാണ്. ഇത് ഈ പറയുന്ന ക്രിസ്ത്യൻ സ്നേഹം, BJPയുടെ ക്രിസ്ത്യൻ സ്നേഹം എന്ന് പറയുന്നത് കേരളത്തിൽ സിറോ മലബാർ സഭാംഗങ്ങളായ ക്രിസ്ത്യാനികളോട് മാത്രമുള്ളതാണ്. BJPയുടെയും കാസയുടെയും ഈ പറയുന്ന ക്രൈസ്തവ സ്നേഹം അത് കേരളത്തിൽ മുഴുവൻ ക്രിസ്ത്യാനികൾക്ക് ലഭിക്കും എന്ന് വെറുതെ വ്യാമോഹിക്കേണ്ട. അത് സിറോ മലബാർ സഭയിലെ ആളുകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് എന്നാണ് ഇപ്പോൾ കാണുന്ന രംഗങ്ങൾ തെളിയിക്കുന്നത്. ഇനി ഇതുകൊണ്ട് ഈ ദൗത്യസംഘത്തെ ഛത്തീസ്ഗഡിലേക്ക് അയച്ചു എന്നുള്ളതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും പ്രത്യേകം ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ അറിയില്ല. ഇപ്പോൾ ആഭ്യന്തരമന്ത്രി പോയി അനൂപ് ആൻ്റണി കണ്ടാൽ അവിടുത്തെ ഛത്തീസ്ഗഡിലെ ആഭ്യന്തരമന്ത്രിയുടെ കണ്ണിൽ അനൂപ് ആൻ്റണി ആരാണ്? ഈസ് എ റൈസ് ബാഗ്. അതായത് അവിടെ മിഷണറി പ്രവർത്തനം നടത്തിയ ആളുകളെ മതം മാറ്റി ഹ്യൂമൻ ട്രാഫിക്കിംഗ് നടത്തുന്ന ക്രിസ്ത്യൻ മതം മാറ്റ മാഫിയയുടെ ഒരാളായിട്ട് മാത്രമേ അവിടുത്തെ ആഭ്യന്തരമന്ത്രി ആരെ കാണൂ? BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആൻ്റണിയെ കാണൂ. അതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും മാറ്റമുണ്ടാവുമെന്നോ അവർ ഇടപെടുമെന്നോ ജാമ്യത്തിന് നിൽക്കുന്നു തൽക്കാലം കരുതാൻ നിവൃത്തിയില്ല. ഇനി ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതിക്ക് എന്തെങ്കിലും കനിവ് നൽകി അവർ ജാമ്യം കിട്ടിയാലായി എന്നേ പറയാം.